നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കുന്ന തിരുവനന്തപുരത്തെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിന് മുന്നിലാണ്. ഇതിനകം തന്നെ 19 ചിത്രങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കടുംവെട്ട് നൽകിയിരുന്നു. അത് സെൻസർഷിപ്പ് ഇളവ് ലഭിച്ചില്ല എന്ന കാരണം കൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ ആ തീരുമാനമെടുത്തിരുന്നത്. അതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് ഉദ്ഘാടന ചിത്രമായ പാലസ്തീൻ 36 ബീഫ് എന്ന ചിത്രമൊക്കെയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ നിരോധിച്ച ഈ ചിത്രങ്ങളെല്ലാം തന്നെ വീണ്ടും പ്രദർശിപ്പിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് നമുക്കെല്ലാം പ്രിയപ്പെട്ട അഞ്ജു നായരാണ്. നമുക്ക് ചോദിക്കാം മാമിനോട് IFFKയുടെ വിശേഷങ്ങൾ. മാം, എങ്ങനെയുണ്ട് ഇത്തവണത്തെ IFFK? 30th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ടാഗോർ ക്യാമ്പസിലാണ്. ഓരോ വർഷവും നമുക്ക് നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ തന്നെയാണ്. ദാറ്റ് ഈസ് വൈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. ഇൻ്റർനാഷണൽ ലെവലിലോട്ട് അത് അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നോർമലി നമുക്കിവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും സ്ഥിരമായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരുടെ ഒരു അലുമിനായി എന്നൊക്കെ വേണേൽ പറയാം, ഒരു വീണ്ടുമുള്ള കൂടിക്കാഴ്ചകൾ. ഞാൻ 8th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മുതലാണ് ഇവിടെ വന്ന് തുടങ്ങിയത്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അന്ന് ഞാൻ കമ്പയർ ചെയ്താണ് ഇതിൽ തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഓരോ ഫെസ്റ്റിവലും ഒരു കലണ്ടർ മാർക്കപ്പ് പോലെയാണ്. എല്ലാ വർഷവും ഡിസംബർ എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, കാരണം ഡേറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. പിന്നെ ഇവിടുത്തെ സിനിമകൾ എന്ന് പറയുമ്പം നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത കുറേ പടങ്ങളുണ്ടാവും. അത് കാണാൻ കൂടി വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവാം, ഫോണ് അല്ലെങ്കിൽ OTT വല്ല ഉണ്ടാവും. പക്ഷേ തിയേറ്ററിൽ നമുക്കൊരു കാണുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുക എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ്. പിന്നെ ഇവിടെ നിശാഗന്ധി, ടാഗോർ, കലാഭവൻ, ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഉള്ള തിയേറ്റേഴ്സാണ്. അപ്പം സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ ചുറ്റും. സിനിമയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, സിനിമയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓരോ വൈബാണ് നിങ്ങൾക്ക് കാണാം. പണ്ടൊക്കെ ആണെങ്കിൽ ഈ കുറച്ച് റെസ്ട്രിക്ഷൻസാണ് ആൾക്കാർ വരുന്നതും അല്ലെങ്കിൽ പെരുമാറുന്നതും. അല്ലെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോൺ തുമ്പിലാണ് നിങ്ങൾക്ക് എല്ലാ സിനിമാ ലിസ്റ്റും. ഞാൻ 2-3 ദിവസം മുമ്പേ റേഡിയോയിലും കേട്ടു ദാറ്റ് ടുമോറോസ് ഇന്ന തിയേറ്ററിൽ ഇന്ന പടങ്ങൾ. സോ ഇറ്റ് ഈസ് ലൈക്ക്, അപ്പം അത്രയും വളരുകയാണ് അല്ലേ, നമ്മൾ ടെക്നിക്കലായിരുന്നാലും അല്ലെങ്കിൽ സോഷ്യൽ കൈൻഡ് ഓഫ് തിങ്സ് ആയിരുന്നാലും. അപ്പം എല്ലാം കൊണ്ട് ആസ് എ ട്രിവാൻഡ്രം, ഞാൻ ഒരു ട്രിവാൻഡ്രം പേഴ്സണാണ്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ദിസ് ടൈം അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ മൂഡ് തന്നെയാണ്. ഓണം, ക്രിസ്മസ്, റംസാൻ അല്ലെങ്കിൽ ഗണേശോത്സവം, അതുപോലെ തന്നെയാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളുടെ ഒരു ക്രേസ് അല്ലേ, അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് കയറി. പക്ഷേ കുഴപ്പമില്ല, തിരക്കേടില്ലാത്ത നല്ലൊരു ഫിലിമാണ്. കൂടുതലും സാധാരണ ഫെസ്റ്റിവലിനെ കാണിക്കുന്നതിനേക്കാളും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിമായിരുന്നു. കൊള്ളാം, തിരക്കേടില്ല. പൊതുവെയുള്ള ഈ ഒരു പ്രാവശ്യം സെൻസർഷിപ്പ് ഇളവ് ലഭിക്കാതെ കുറേ പടങ്ങളൊക്കെ കട്ട് ചെയ്തല്ലോ കേന്ദ്ര സർക്കാർ. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അതൊരു പൊളിറ്റിക്കൽ സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രോബബ്ലി ഇവരുടെ ഒരു ക്ലറിക്കൽ ഇതോ അങ്ങനെ എന്തെങ്കിലും ആവാനേ ചാൻസ് ഉള്ളൂ. ഒരു പൊളിറ്റിക്കൽ ഇതായിട്ട് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സത്യം. കാരണം അത് പിന്നെ അനുമതി കിട്ടിയില്ല, ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ടല്ലോ. പിന്നെ കഴിഞ്ഞ 29th എനിക്ക് കുറച്ചുകൂടെ ഒരു നല്ല കാരണം ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ വന്നായിരുന്നു. ഫസ്റ്റ് ഡേ ഇവിടെ സ്റ്റോൾസ് ഒന്നും ആക്ച്വലി സെറ്റ് ആയിരുന്നില്ല. അപ്പം ഞാൻ അതിന് മെസ്സേജ് അയക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 29th അങ്ങനെയല്ല, ശ്രീ പ്രേംകുമാർ ആയിരുന്നു ആ സമയത്ത് എല്ലാം നോക്കുക. അപ്പം പുള്ളി ഇവിടെ ഒരു സാന്നിധ്യമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈവൻ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ തന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കുറച്ചുകൂടെ ഇതിനേക്കാളും വെച്ച് നോക്കാം കമ്പയർഡ് ടു 29, 30 കുറച്ചൊരു കോർഡിനേഷൻ കുറവ് പോലെ എനിക്ക് തോന്നുന്നു. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രധാനമായി സിനിമകളൊക്കെ കണ്ടില്ലേ? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇന്ന് രാവിലെ കണ്ട ക്യൂർപ്പോ സെലസ്റ്റെ എന്നൊരു ചില്ലി പടമുണ്ട്. അത് ചില്ലി നല്ല ഫിലിമായിട്ട് കുറച്ചൊരു ഗേളിൻ്റെ ഒരു അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പറയുന്നൊരു അത് നല്ല സിനിമയാണ്. ആദ്യമായിട്ടൊരു കല്ലുകടി പോലെ ഇന്നലെ ഈ പടങ്ങൾ ക്യാൻസൽ ആയതൊരു വലിയ ഷോ ഉണ്ടാക്കി. പിന്നെ അതിൽ അതിശയമൊന്നുമില്ല, അതിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ എന്നാലും ശ്രദ്ധിച്ച ഒരു കാര്യം, ഇന്ത്യൻ സിനിമ നമ്മളെല്ലാം ഫോറിൻ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കും, ചില ഇന്ത്യൻ സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്നത്. എസ്പെഷ്യലി ഇന്നലെ കണ്ടൊരു ഫിലിം തന്നിഷ്ഠ ചാറ്റർജിയുടെ ഫുൾ പ്ലേറ്റ് എന്നൊരു ഫിലിം. അത് ഹാൻഡിൽ ചെയ്ത വിഷയം നമ്മൾ ഈ കണ്ട വിദേശ സിനിമകളോട് കിടപിടിക്കുന്നില്ല, അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലിരിക്കുന്ന ഒരു സബ്ജക്റ്റ്. ഭയങ്കര രസകരമായിട്ട് ആ സ്റ്റൈലിൽ ഇന്ത്യൻ സറ്റയറും കൂടെ കേട്ടിട്ട് നല്ല രസകരമായിട്ട്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാണ് ഇന്ത്യൻ സിനിമ ഇത്രയും കാണുമ്പോഴും ഇന്ത്യൻ സിനിമ ഏത് ലെവലിലാണ് നിൽക്കുന്നത്. ഒരു വലിയ സന്തോഷമാണ്.
ഇനിയിപ്പോൾ ജിയോ ബേബിയുടെ പടം കാണണം. ആദ്യമായിട്ടാണോ വരുന്നത് അതോ മുന്നേ വർഷങ്ങളിൽ വന്നിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമാണ്. അല്ലേ? എങ്ങനെയുണ്ട് ആദ്യത്തെ ഒരു അനുഭവം? അടിപൊളിയായിരുന്നു. ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത് തന്നെ. സോ ഇത്രയും സിനിമകൾ വേൾഡ് വൈഡിലുള്ള കാണാൻ പറ്റുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ആൻഡ് ഐ റിയലി ലൈക്ഡ് ഇറ്റ് ബിക്കോസ് എനിക്ക് സിനിമ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പണ്ട് മുതലേ അച്ഛനെയൊക്കെ ആയിട്ട് വാശി പിടിക്കുമായിരുന്നു. അച്ഛൻ തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ആൻഡ് ഐ വുഡ് സേ ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ടു വാച്ച് ഓൾ ദീസ് ഫിലിംസ്. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെയും പിന്നെ ഇപ്പോൾ കുഞ്ഞു ഫിലിംസ് ആയാലും അതിനെയൊക്കെ നോക്കിക്കണ്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്ത് ഇനി വരാൻ പോകുന്ന നമ്മുടെ വർക്ക്സിലേക്ക് അത് ഇൻപുട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഒരു വലിയൊരു എന്താ പറയുക ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് എവറി മീഡിയ സ്റ്റുഡൻസ് ഓർ സിനിമ എടുക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണണം. ആൻഡ് ദേ ഷുഡ് ലൈക്ക് ഗെറ്റ് ഇൻസ്പിറേഷൻസ് ഫ്രം ഓൾ ദീസ് വർക്ക്സ്. 19-ാം തീയതി വരെ കാണൂല്ലേ ഇവിടെ? ആ, ശരിക്കും അതിൻ്റെ പൊളിറ്റീഷ്യനാണ്, പാർട്ടി നേതാവും കൂടെയാണ്. എന്നാൽ ഈ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഒരു ഭ്രാന്താണ്. അതെൻ്റെ ജീവിതത്തിൻ്റെ കോമഡിയാണ്. പത്തൊമ്പതാം തീയതിയാണ് IFFKയുടെ സമാപന ദിവസം. ഇനി അടുത്തൊരു IFFKയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സാഗ് ന്യൂസ് തിരുവനന്തപുരം ബ്യൂറോയ്ക്ക് വേണ്ടി റിപ്പോർട്ടർ അതുല്യ.